الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടാൻ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ച് ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ കഴിയുന്ന മുഴുവൻ പേരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല പ്രയാസങ്ങൾക്ക് സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ദുആ ചെയ്താൽ എൻ്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം നബി, ഞാൻ എന്താ ചെയ്യേണ്ടത്? സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുക, എനിക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നതിനുള്ള ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം നബിയെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ ഭക്ഷണത്തെ നീ പരിശുദ്ധപ്പെടുത്തുക. ഭക്ഷണത്തെ നീ പരിശുദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ, നിന്റെ ആഹാരം നീ പരിശുദ്ധമാക്കി കഴിഞ്ഞാൽ, ഹലാലായ ഭക്ഷണം മാത്രമാണ് നീ കഴിക്കുന്നതെങ്കിൽ നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ വളരെ ദീർഘമായ ഒരു യാത്ര ചെയ്ത ഒരു മനുഷ്യൻ റസൂലുള്ളാഹി ഹദീസിലൂടെ പരിചയപ്പെടുത്തുന്നു. യാത്രക്കാരന്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞിരിക്കും, അവന്റെ തലയുടെ മുടികളൊക്കെ പാറിപ്പറന്നിരിക്കും. വളരെ പ്രയാസകരമായി അവന്റെ ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന, ത്യാഗപ്പെട്ട് കഴിയുന്ന ഒരു യാത്രക്കാരന് മഹത്വമുണ്ട്. യാത്രക്കാരന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. 3 കൂട്ടരുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൂട്ടരെ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയത് യാത്രക്കാരൻ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ യാത്രക്കാരന്റെ പദവിയും യാത്രക്കാരന്റെ പ്രതാപവും സ്ഥാനമാനങ്ങളും അല്ലാഹു തആല നൽകിയിരിക്കെ തന്നെ ആ ദീർഘമായ ഒരു യാത്രക്കാരനായ ഒരു മനുഷ്യനെ ഉപമിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാം, അവൻ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് വിളിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എനിക്ക് നീ അത് നൽകണം, എനിക്കിത് നൽകണം, ദുനിയാവിന്റെ കാര്യം എനിക്ക് നൽകണം, അല്ലാഹുവേ അത് നൽകണം, എനിക്കത് നൽകണം എന്ന് അവൻ കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായ റബ്ബിനോട് അവൻ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആ മനുഷ്യന് മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം, അവൻ ഭക്ഷിക്കുന്നത് മുഴുവനും ഹറാമാണ്, അവൻ ധരിക്കുന്നത് മുഴുവനും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവന്റെ ജീവിതം മുഴുവനും ഹറാമിൽ പൊതിയപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അവന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ പോലും അവന്റെ കുടുംബത്തിൽ കല്യാണം കടന്നു വരുമ്പോൾ ആ കല്യാണങ്ങൾക്ക് തൻ്റെ നാട്ടിലുള്ള മിടുക്കന്മാരായ സമ്പന്നന്മാരോടൊപ്പം തുല്യത നിൽക്കാൻ വേണ്ടി പലിശയ്ക്ക് പണമെടുത്തിട്ട് അതിലൂടെ കല്യാണവും ആർഭാടവും നടത്തി വരുന്നവർക്ക് ആ പലിശയുടെ പണം കൊണ്ട് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലോകത്തുനിന്നുള്ളത്. അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട് പലിശയുടെ വസ്ത്രം ധരിച്ച് പലിശയിലുണ്ടാക്കിയ വീടിൽ താമസിച്ച് ഹറാമിന്റെ സമ്പത്തുണ്ടാക്കിയ ഭവനങ്ങളിൽ താമസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതം മുഴുവനും ഹറാമിൽ ബന്ധപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ മനോഹരമായ ഹറാമിൽ തീർത്ത രമ്യ ഹർമ്മത്തിൽ അവൻ കയറിയിരുന്നിട്ട് അല്ലാഹുവേ 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 എന്ന് അവൻ കരം കൊണ്ട് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഅന്നാ യുസ്തജാബു, അവൻ എവിടെയാണോ അല്ലാഹു തആല ഉത്തരം നൽകുന്നത്? അല്ലാഹു നമുക്ക് ഉത്തരം നൽകുന്നതിന് വളരെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടത്, നാം കഴിക്കുന്നത് ഹലാലായിരിക്കണം, നാം ധരിക്കുന്നത് ഹലാലായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഹലാലിന്റെ കൃത്യതയുണ്ടായിരിക്കണം. ഏതെങ്കിലും ഹറാമ് നമുക്ക് സംശയം, ഇതെനിക്ക് അർഹതപ്പെട്ടതാണോ, ഇതെന്റെ സാധനമാണോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. തഖ്വ, സൂക്ഷ്മതയുണ്ടായിരിക്കണം. മഹാന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. വറഅ്, തഖ്വ, സൂക്ഷ്മത അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴാണ് അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഇബാദത്തുകളും അല്ലാഹു തആല സ്വീകരിക്കുന്നത്. ഈ ഇബാദത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഹറാമിന്റെ ജീവിതത്തിൽ മുഴുകിപ്പോയ ഒരു മനുഷ്യന് അവൻ ഹറാം നരകം തന്നെയാണ് അഭയമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല അത്തരത്തിൽ പരിപൂർണ്ണ തഖ്വയുള്ള മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു
അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഹറാമിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടരുത്. നമ്മുടെ കുടുംബങ്ങളുടെ അകത്തങ്ങളിൽ കടന്നുകൂടരുത്. നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കരുത്. ഹറാമിന്റെ അവസ്ഥകളിലും ഹറാമിന്റെ മേഖലയിലും പ്രവർത്തിക്കരുത്. ഹറാമിന്റെ ഒരു കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഹറാമ് വിളമ്പുന്ന സ്ഥലം, ഹറാമ് നടക്കുന്ന സ്ഥലം, ഹറാമിന്റെ പ്രവർത്തന മേഖലകൾ, അതൊക്കെ പരിപൂർണമായും ഒരു വിശ്വാസി വിട്ടുനിന്ന് പരിശുദ്ധമായ ദീനിന്റെ ചൈതന്യം മുറുകെ പിടിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടുന്നതിനും നമ്മുടെ നന്മകളും സുഹൃതങ്ങളും സ്വീകരിക്കപ്പെടുന്നതിനും പ്രധാനപ്പെട്ട മാനദണ്ഡം അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഭക്ഷണവും പരിശുദ്ധമായ ജീവിത രീതിയുമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു